ഹലോ എവ്രി വൺ, റോഹാക് ട്രക്ക് ആൻഡ് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരിയാർ ടൈഗർ റിസർവിലെ മറ്റൊരു ഷോർട്ട് ട്രക്കിങ്ങിൻ്റെതാണ്. നമ്മൾ ചൂസ് ചെയ്തേക്കുന്ന പ്രോഗ്രാം ഗ്രീൻ വാക്ക് ആണ്. നമ്മുടെ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംബു ഗ്രൂവിൻ്റെ അടുത്തുള്ള ട്രൈബൽ ട്രാക്കേഴ്സ് ഓഫീസിൽ നിന്നാണ്. കുറച്ച് ദൂരം നമ്മൾ റോട്ടിലൂടെ നടന്ന് കാട്ടിലേക്ക് കയറും. ഇവിടെ ഈ മുളങ്കാട്ടിലും മുളകൾ പൂത്തിട്ടുണ്ട്. ഒട്ടും വൈകാതെ നമ്മുടെ ആദ്യത്തെ സൈറ്റും കിട്ടി. നീലഗിരി ലങ്കൂറാണ്. ഈ ഗ്രൂപ്പിൽ കുറേ കുട്ടികളുമുണ്ട്. ഒറ്റയൊരു മുളയിൽ ഇത്ര ഹൈറ്റിൽ എങ്ങനെയാണോ ആ കുട്ടിയെ വെച്ചുകൊണ്ട് അതിരിക്കുന്നത്? നല്ല ആക്റ്റീവായൊരു ഗ്രൂപ്പാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് ഇവരെ കണ്ടിരിക്കാൻ. ഇവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളത് കൊണ്ട് അധിക നേരം ഇവിടെ ചെലവഴിക്കാതെ മുന്നോട്ട് നടന്നു. ഇന്ന് നമ്മൾ ഷോർട്ട് ട്രക്കാണ് ചെയ്യുന്നതെങ്കിലും പോകുന്ന ഏരിയ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എവിടെ നമ്മൾ അങ്ങനെ ടൈമൊന്നും ചെലവഴിക്കാതെ സ്പീഡിലാണ് നടക്കുന്നത്. നടന്നെത്തിയത് വലിയൊരു പുൽമൈതാനത്തിലേക്കാണ്. ഞാൻ നടക്കുന്ന വഴിയുടെ രണ്ട് സൈഡിലും കുറേ ചന്ദനമരങ്ങളുണ്ട്. ഈ മരം നിങ്ങൾ മിക്ക ഗ്രീൻ വാക്കിൻ്റെ വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ന് ഞങ്ങൾ ഗ്രീൻ വാക്കിൽ കവർ ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടെറൈനാണ്. കുറേ ദൂരം ഞങ്ങൾ കയറ്റം കയറുന്നുണ്ട്. അതിൽ കുറച്ച് ഭാഗം നല്ല കുത്തനെയുള്ള കയറ്റമാണ്. ഫിസിക്കലി ഓക്കെയാണ്. നടക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ധൈര്യമായി ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും. നമ്മുടെ കയ്യിൽ വെയിറ്റും കൂടി ഉണ്ടെങ്കിൽ പറയണ്ട. ഇങ്ങനെയുള്ള കയറ്റത്തിൽ നമ്മൾ ഇടയ്ക്കൊന്ന് നിന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റെസ്റ്റൊക്കെ എടുത്താണ് കയറുന്നതെങ്കിൽ വലിയ സ്ട്രെയിൻ ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് നമുക്ക് അതിനുള്ള സമയമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും സൈറ്റിങ്സ് കിട്ടിയാൽ നമുക്ക് അവിടെ കൂടുതൽ സമയം ചിലവാകും. അതല്ല, നമുക്ക് വലിയ കയറ്റമൊന്നും കയറാൻ താല്പര്യമില്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ടെറൈനിലൂടെ നടന്നും ഗ്രീൻ വാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നടക്കുന്നതിൻ്റെ ഇടയിൽ ദൂരെ ഒരു മരത്തിൽ കണ്ട കാഴ്ചയാണ് നിറയെ തേനീച്ച കൂടുകൾ. ഇവിടെ 2-3 വയനാട് ലാഫിംഗ് ത്രഷ് ബേർഡ് ഉണ്ടായിരുന്നു. കുറേ ട്രൈ ചെയ്തുവെങ്കിലും കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് വേറൊരാൾ നമുക്ക് പോസ് ചെയ്തു തന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ മരംകൊത്തിയാണ്, ലെസർ ഫ്ലെയിം ബാക്ക് വുഡ്പെക്കർ. അന്ന് നല്ല ഹൈറ്റിലായിരുന്നു. ഇന്ന് അത്യാവശ്യം ഐ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ബേർഡ്സിൻ്റെ ആക്ടിവിറ്റി നല്ലപോലെ ഉണ്ട്.
ബേർഡ് വാച്ചിങ്ങിനായിട്ട് ഗ്രീൻ വാക്ക് ചൂസ് ചെയ്യാറുള്ളവർ വരുന്ന ഒരു യൂഷ്വൽ സ്പോട്ടാണിത്. മുള പൊട്ടുന്നതിൻ്റെ സൗണ്ട് കേട്ടു. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ റൈറ്റ് സൈഡ് നിറച്ച് മുളങ്കാടുകളാണ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിലെ എക്സ്പീരിയൻസ് വെച്ച് മുള പൊട്ടുന്ന സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ ആനയും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് അതിന് ശേഷം സൗണ്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. ആനയുടെ പ്രസൻസും ഒന്നും ഫീൽ ചെയ്തില്ല. ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പതുക്കെ നടന്നു. ഗൈഡ് എന്തോ കണ്ട് താഴേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. 2 ബാർക്കിംഗ് ഡിയർ ആയിരുന്നു, കേഴമാൻ. ഇവർ വളരെ ഷൈ ആയിട്ടുള്ളൊരു അനിമലാണ്. നമ്മളെ കണ്ടാൽ അപ്പോൾ തന്നെ ഓടിക്കളയും. ഇവർ മിക്കപ്പോഴും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ പേരായിട്ടോ ഒക്കെയാണ് കാണാറ്. ഇവരിങ്ങനെ നിന്ന് കിട്ടാൻ എളുപ്പമല്ല. ഞങ്ങൾ കുറച്ച് ദൂരത്തും ഉയരത്തുമൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് നേരമെങ്കിലും ഇവരെ വീഡിയോയിൽ കിട്ടിയത്. കുറച്ചു നേരം അവരുടെ വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും നടത്താൻ തുടങ്ങി. നല്ല ഭംഗിയുള്ള ടെറൈൻ. അവിടെ നിന്ന് ഞങ്ങൾ നടന്നെത്തിയത് വലിയൊരു കണ്ടത്തിലേക്കാണ്. ഈ കണ്ടത്തിലടക്കി ആനകൾ നിന്ന് പുല്ല് തിന്നാറുണ്ടെന്ന് ഗൈഡ് പറഞ്ഞു. നമ്മൾ നേരത്തെ കണ്ട ബാർക്കിംഗ് ഡിയറിൽ ഒരെണ്ണമാണ്. ഇപ്പോൾ കുറച്ചും കൂടി അടുത്തുനിന്ന് കാണാം. ഇത് മെയിലാണ്. കുറച്ചു നേരം ഞങ്ങളെ നോക്കിയിട്ട് ഒറ്റ ഓട്ടം ഓടി. കണ്ടത്തിന്റെ സൈഡിൽ നിന്ന് കുറച്ച് ഇന്ത്യൻ കോർസ് പുല്ല് തിന്നുന്നുണ്ടായിരുന്നു. ആദ്യം 2-3 എണ്ണത്തിനെ കണ്ടുള്ളൂ. ഇത് വലിയൊരു ഗ്രൂപ്പാണ്. കുറച്ചെണ്ണം കണ്ടത്തിൽ നിന്നും ബാക്കിയുള്ളവർ കാടിൻ്റെ ഉള്ളിൽ നിന്നും പുല്ല് തിന്നുന്നുണ്ട്. ഇത്രയും വലിയ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഒരു മെയിലും ഉണ്ടാവാറുണ്ട്. അതിനെ കാണാനില്ല. ഒരുപക്ഷെ കാടിനുള്ളിലുണ്ടാവും. കാട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ മാനിനെയും മ്ലാവിനെയും വരെ പേടിക്കണം. അവരാക്രമിക്കില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും കണ്ട് അവർ നമ്മുടെ നേർക്ക് ചാടി വരുമോ അല്ലെങ്കിൽ അവർ ഡിസ്റ്റർബ്ഡായി പേടിച്ച് നമ്മുടെ നേർക്ക് ഓടി വരികയോ ചെയ്യുകയാണെങ്കിൽ അത് മതി എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടാവാൻ. അങ്ങനെ മ്ലാവിൻ്റെ കൊമ്പ് കൊണ്ട് കുത്തേറ്റ് ആളുകൾ മരിച്ചിട്ടുമുണ്ട്. ഗോറിനെ നമ്മൾ നിർബന്ധമായും പേടിക്കണം. വൈൽഡ് ആനിമൽസിൻ്റെ മെൻ്റൽ സ്റ്റേറ്റിനെ പറ്റി നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. സാധാരണ രീതിയിൽ അത് നിന്ന് പുല്ല് തിന്നുവാണെങ്കിൽ കുഴപ്പമില്ല.
നമ്മൾ കുറച്ച് സേഫായിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്നാൽ മതി. അത് തലയുയർത്തി അലേർട്ടായി നിൽക്കുന്നതെങ്കിൽ പിന്നെ അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ പിന്നോട്ട് മാറുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് മാറിപ്പോവുകയാണ് ചെയ്യേണ്ടത്. അവർ പുല്ലും തിന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇതുവരെ നമ്മുടെ പ്രസൻസ് ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് നമ്മളെ ഒന്ന് തല ഉയർത്തി നോക്കി. നിങ്ങളാണോ എന്ന ഭാവത്തിൽ വീണ്ടും പുല്ല് തിന്നാൻ തുടങ്ങി. ഗ്രീൻ വാക്കിൽ കാണാറുള്ള ഗോറുകൾ കുറച്ച് കാമാണ്. മനുഷ്യന്മാരുടെ പ്രസൻസ് അത്യാവശ്യം അറിഞ്ഞിട്ടുള്ള ഗ്രൂപ്പായിരിക്കും ഇത്. നമ്മുടെ പ്രസൻസ് പരിചയമില്ലാത്ത ഗ്രൂപ്പാണെങ്കിൽ അവർ വളരെ അലേർട്ടാവും. ഇവർ ഫോറസ്റ്റ് റെസ്റ്റോറേഷന് വളരെ ഹെൽപ്ഫുൾ ആയൊരു ആനിമൽ കൂടിയാണ്. ഇവർ തിന്നുന്ന ചെടികളുടെ സീഡ്സ് ഫോറസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലും നിക്ഷേപിക്കുകയും ഇതിൻ്റെ ചാണകം ഫോറസ്റ്റിൻ്റെ സോയിലിന് ഒരുപാട് ഫെർട്ടൈൽ ആക്കുന്നുമുണ്ട്. വീണ്ടും ഒരു കയറ്റം തുടങ്ങി. ഇതും അത്യാവശ്യം കുത്തനെയുള്ള കയറ്റമാണ്. ഈ വഴിയിലേക്ക് ഞങ്ങൾ വരാനുള്ള കാരണം ഗൈഡ് പറഞ്ഞു ഇതിലൂടെ ആന പോയിട്ടുണ്ടെന്ന്. ഇവിടെ ആനകളുടെ ഫുട് പ്രിൻസും അവർ നിന്ന് തിന്നതിൻ്റെ എല്ലാ ലക്ഷണവുമുണ്ട്. ആന ഇതിയെ പോയിട്ടുണ്ട്. ആൾക്കാരൊക്കെ നമുക്ക് കാണാം. പിന്നെ വഴി ഞങ്ങളെ ഇവിടെ നിർത്തി മുകളിൽ ആനയുണ്ടോയെന്ന് നോക്കാൻ പോയിരിക്കുകയാണ് ഗൈഡ്. ഞങ്ങളുടെ കയ്യിൽ ക്യാമറയും ട്രൈപ്പോഡും എല്ലാം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഓടേണ്ടി വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞങ്ങളെ ഇവിടെ സേഫായി നിർത്തിയത്. ശരിക്കും ഈ ജീവി ഒരു അത്ഭുതമാണ്. നമ്മൾ ഒരാൾ ഇതിലൂടെ നടക്കുമ്പോൾ കാല് വെക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിലൂടെയാണ് ആന പോയിരിക്കുന്നത്. ആന കയറിപ്പോയ വഴിയത് എങ്ങനെയല്ലേ? മുകളിലെത്തിയപ്പോൾ എല്ലാ ഭാഗത്തേക്കും വഴിയുണ്ട്. ആന ഇതിലൂടെ ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്നുള്ള ധാരണയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ട്രക്കിംഗ് പാത്തിലൂടെ താഴേക്ക് ഇറങ്ങി.
ഇനി നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. ഓരോ ടെറൈനും വ്യത്യസ്തമാണ്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈനിലൂടെ ട്രെക്ക് ചെയ്യുമ്പോഴാണ് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുക. നമുക്ക് എത്രമാത്രം നമ്മുടെ ബോഡിയെ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമെന്നും നമ്മൾ എത്രത്തോളം ഫിസിക്കലി ഫിറ്റാണെന്നൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് ട്രെക്ക് ചെയ്താൽ ഇതൊന്നും അറിയാൻ പറ്റില്ല. ചില സമയങ്ങളിൽ കയറ്റം കയറുന്നതിലും ബുദ്ധിമുട്ട് ഇറങ്ങുന്നതായിരിക്കും. അത് ശരിക്കും മുട്ടിനും മുട്ടിൻ്റെ ചുറ്റിനുമുള്ള മസിൽസിന് സ്ട്രെങ്ത് കുറവായതുകൊണ്ടായിരിക്കാം. സിക്സാഗ് ആയിട്ടോ അല്ലെങ്കിൽ 2 ട്രക്കിംഗ് പോൾ ഉപയോഗിച്ചോ ഇറങ്ങുകയാണെങ്കിൽ വലിയ പ്രശ്നമുണ്ടാവില്ല. ക്യാമറയും ട്രൈപ്പോഡും ഒക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ട്രക്കിംഗ് പോൾ ഉപയോഗിക്കാൻ പറ്റാറില്ല. ഇവിടെയുള്ളവർ ഈ സ്ഥലം ഈസിയായി മനസ്സിലാക്കാൻ വേണ്ടി ഇതിനെ ഇന്ത്യ ഗേറ്റ് എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും 2 മരമായിരുന്നു. അതിലൊരു മരം ഇപ്പോൾ പൂർണ്ണമായി ദ്രവിച്ചിരിക്കുന്നു. ആ വലിയ മരത്തിൻ്റെ വേര് മറ്റേ മരത്തിലേക്ക് ഇറങ്ങി അതിനെ മുഴുവനോടെ വിഴുങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇതുപോലെ കുറേ മരങ്ങളുണ്ട്. അതുപോലെ ഒരു മരമാണ് ഇതും. ഇതിനെ മറ്റു മരം വിഴുങ്ങിയിരിക്കുകയാണ്. പിടിയാനയാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് മോഴയാണെന്നാണ്. പിന്നീട് ഗൈഡ് പറഞ്ഞു തന്നു അത് പിടിയാനയാണെന്ന്. നേരത്തെ ഗോറുകളൊക്കെ നിന്ന് തിന്നിരുന്ന ഒരു കണ്ടം പോലത്തെ സ്ഥലമാണിതും. പിടിയാനകളും ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറുണ്ട്. കൊമ്പന്മാരെ ഒരു പ്രായത്തിന് ശേഷം ഹേർഡിൽ നിന്നും പുറത്താക്കുമെങ്കിലും പിടിയാനകൾക്ക് ജീവിതകാലം മൊത്തം ഹേർഡിനൊപ്പം നടക്കാൻ പറ്റും.
ഞങ്ങളെ കൂടാതെ ആനയെ കണ്ടിരിക്കാൻ മറ്റൊരു ട്രക്കിംഗ് ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. അധികവും ഫോറിനേഴ്സാണ്. ആനകൾ അവരുടെ 1/3 സമയം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ചെലവഴിക്കാറ്. ഇവർക്കൊരു ദിവസം 150 മുതൽ 200 കിലോഗ്രാം ഭക്ഷണം വരെ വേണ്ടി വരാറുണ്ട്. അതിനുവേണ്ടി അവർക്ക് കുറേ സഞ്ചരിക്കേണ്ടി വരാറുണ്ട്. ഇവരൊരു ദിവസം 200 ലിറ്ററോളം വെള്ളവും കുടിക്കാറുണ്ട്. അതുകൊണ്ട് അധികം ജലാശയത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടാണ് ഇവർ നടക്കാറ്. നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇവരുടെ ബിഹേവിയറിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. കുറച്ചു നേരം നിങ്ങൾ ആനയും കണ്ട് എൻജോയ് ചെയ്തോളൂ. ആന കുറച്ചു ദൂരം മുന്നോട്ട് വന്നിട്ട് എന്തോ മറന്നുവല്ലോ എന്നുള്ള മട്ടിൽ തിരിച്ചുപോയി ആ മരത്തേൽ അതിൻ്റെ ദേഹം ഉരയ്ക്കുന്നു. ആ മരം കണ്ടിട്ട് ഇത് ഇവരുടെ ഒരു സ്ഥിരം സ്പോട്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ സമയം ഏകദേശം അവസാനിക്കാറായി. അതുകൊണ്ട് ഇനി ആനയെ കണ്ട എനർജിയിൽ അങ്ങനെ നടക്കാമെന്ന് തീരുമാനിച്ചു.
ആനിമൽ സൈറ്റിങ്സ് കിട്ടുമ്പോൾ ഒരു അഡ്രിനാലിൻ റഷ് കയറും. അപ്പം നമുക്ക് ആ മൊമെൻറ്റ് കുറച്ചും കൂടി ഹാപ്പനിങ് ആയി തോന്നും. അതൊന്നുമില്ലാതെ കാടിനുള്ളിൽ വെറുതെ നടന്നു പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ശരിക്കും ഇതും ഒരു തെറാപ്പി തന്നെയാണ്. ഇടയ്ക്ക് വലിയ തിരക്കും ബഹളവും ഒന്നും ഇല്ലാതെ ഒന്ന് വന്ന് ട്രെക്ക് ചെയ്തു പോയാൽ അതും ഒരു റിലാക്സേഷനാണ്. തിരിച്ചു പോകുന്ന വഴിയെ കുറേ ബേർഡ്സും മലയണ്ണാനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. കറണ്ട് അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ID കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.